എല്ലാ വിദ്യാർത്ഥികൾക്കും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലസ് ടുവിൻ്റെ ജോഗ്രഫിയുടെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അതായത് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്, ലോക ജനസംഖ്യ, അതിൻ്റെ വിതരണക്രമം, അതേപോലെ തന്നെ സാന്ദ്രത, അതേപോലെ തന്നെ അതിൻ്റെ വളർച്ച എന്നിവയെപ്പറ്റി നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ചസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ചസ്, കമ്പോണൻസ് പോപ്പുലേഷൻ്റെ ചേഞ്ചാണ് പറയുന്നത്. അതായത് ജനസംഖ്യ വ്യതിയാനം. ഈ ജനസംഖ്യ വ്യതിയാനം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ വരുന്ന മാറ്റമാണ്. ജനസംഖ്യ കൂടുക അല്ലെങ്കിൽ ജനസംഖ്യ കുറയുക, അതാണ് വ്യതിയാനം എന്നതോട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ജനസംഖ്യ വ്യതിയാനത്തിന് കാരണമായ ഘടകങ്ങളുണ്ട്. ജനസംഖ്യ കൂടുന്നതിനുള്ള കാരണങ്ങളുണ്ട്, ജനസംഖ്യ കുറയുന്നതിനും ചില ഘടകങ്ങൾ, അതായത് കമ്പോണൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ബർത്ത് റേറ്റ്, അതേപോലെ ഡെത്ത് റേറ്റ്, അതേപോലെ മൈഗ്രേഷൻ. അപ്പോൾ ഇത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ, ഈ 3 ഘടകങ്ങളാണ് ജനസംഖ്യ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ളത്. അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ ആർ ദ കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. അപ്പോൾ ജനസംഖ്യയുടെ വ്യതിയാനത്തിന് കാരണമായ 3 ഘടകങ്ങളാണ് ബർത്ത് റേറ്റ്, അതായത് ജനനനിരക്ക്, ഡെത്ത് റേറ്റ്, അതായത് മരണനിരക്ക്, അതേപോലെ മൈഗ്രേഷൻ, അതായത് കുടിയേറ്റം എന്നിങ്ങനെയാണ് 3 ഘടകങ്ങളാണ് ജനസംഖ്യാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ളത്. ഇനി അത് ഓരോന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ബർത്ത് റേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ചെറിയ ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. അപ്പം ജനനനിരക്ക് കൂടിയാൽ ജനസംഖ്യ കൂടുമെന്നും ജനനനിരക്ക് കുറഞ്ഞാൽ ജനസംഖ്യ കുറയും എന്നും, അതേപോലെ മരണനിരക്ക് കൂടുമ്പോൾ ജനസംഖ്യ കുറയുന്നു, മരണനിരക്ക് കുറയുമ്പോൾ ജനസംഖ്യ കൂടുന്നു. അതേപോലെ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം, ഒരു പ്രദേശത്ത് ജനസംഖ്യ കൂട്ടുകയും മറ്റൊരു പ്രദേശത്ത് ജനസംഖ്യ കുറയ്ക്കുകയും ചെയ്യുമെന്നും നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മളിത് കണക്കാക്കുന്നതിന്, അതായത് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനനനിരക്ക് കണക്കാക്കുന്നതിന് നമ്മളൊരു ഫോർമുല ജനസംഖ്യാശാസ്ത്രകാരന്മാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ക്രൂഡ് ബർത്ത് റേറ്റ്, CBR എന്നാണ്. CBR എന്ന് പറഞ്ഞാൽ ക്രൂഡ് ബർത്ത് റേറ്റ് എന്നാണ്. ക്രൂഡ് ബർത്ത് റേറ്റ് എന്നാണ്. അതായത് പ്രാകൃത ജനനനിരക്ക് എന്ന് അതിന് പേര് പറയും. പ്രാകൃത ജനനനിരക്ക് എന്നാണ് ഇതിന് പറയുക. ഇത് കണക്കാക്കുന്നത് CBR അല്ലെങ്കിൽ ക്രൂഡ് ബർത്ത് റേറ്റ് കണക്കാക്കുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് B1/P × 1000 എന്നാണ്. അതായത് CBR ഈസ് ഈക്വൽ ടു B1/P × 1000. B1 ഡിവൈഡഡ് ബൈ P × 1000. അപ്പോൾ ഇതിൽ B1 എന്ത്, P എന്ത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. B1 എന്ന് പറയുന്നത് ദ ബർത്ത് ആണ്, ലൈവ് ബർത്ത് ഡ്യൂറിങ് എ ഇയർ. അതായത് ഓരോ 1000ത്തിനും എത്ര പേര് ജീവനോടെ ജനിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ലൈവ് ബർത്ത് ഡ്യൂറിങ് എ ഇയർ എന്ന് പറയുക. അതേപോലെ തന്നെ P എന്ന് പറയുന്നത്, ഇത് B1 ആണ്. B1 സമയം ഇത്. അടുത്ത P എന്ന് പറയുന്നത് മിഡ് ഇയർ പോപ്പുലേഷൻ ആണ്. മിഡ് ഇയർ പോപ്പുലേഷൻ. മിഡ് ഇയർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അർദ്ധവാർഷിക ജനസംഖ്യ. അപ്പോൾ ഇത് ഓരോ 1000ത്തിന് എത്ര പേര് ജീവനോടെ ജനിക്കുന്നു, ഇതെന്ന് പറയുന്നത് അർദ്ധവാർഷിക ജനസംഖ്യ. അതിനെ 1000 കൊണ്ട്, അപ്പോൾ B1 ഇട്ട് P ഡിവൈഡ് ചെയ്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ബർത്ത് റേറ്റ് കിട്ടും. അപ്പോൾ ആ റേറ്റ് കൂടുന്തോറും ജനസംഖ്യ കൂടും, ആ റേറ്റ് കുറയും തോറും ജനസംഖ്യ കുറയും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 26ന് മുകളിലാണ്
പെർസെൻറ്റേജാണ് ഇതിന് കിട്ടുന്നത്. 26% അതായത് മരണനിരക്ക് വരുമ്പോൾ 2% അങ്ങനെയൊക്കെ വരും. ജനനനിരക്ക് വരുമ്പോഴത്തേക്ക് വളരെ ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ വളരെ കൂടി വരാനുള്ള കാരണമെന്ന് പറയും. അപ്പോൾ ഇതാണ് ജനനനിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞു. അപ്പോൾ ജനനനിരക്ക്, മരണനിരക്കും മൈഗ്രേഷനുമാണ് 3 ഘടകങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്. പോപ്പുലേഷൻ ചേഞ്ചസിനുള്ള കാരണങ്ങൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷനാണ്. അതിൽ ഒന്നാമത്തെ ബർത്ത് റേറ്റാണ്. ബർത്ത് റേറ്റ് അതായത് കണക്കാക്കുന്നതിന് നമ്മൾ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ CBR = B1 / P × 1000 ആണ്. CBR എന്ന് വെച്ചാൽ ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ പ്രാകൃത ജനനിരക്കാണ്. CBR കണക്കാക്കുന്നതിന് B1-ഉം P-യും വേണം നമുക്ക്. B1 എന്ന് പറഞ്ഞാൽ ലൈവ് ബർത്ത് ഡ്യൂറിങ് എ ഇയർ ആണ്. P = മിഡ് ഇയർ പോപ്പുലേഷൻ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ CDR ആണ് കാണുക. CBR എന്ന് പറയാം CDR എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്നാണ്. ക്രൂഡ് ഡെത്ത് റേറ്റ്. അതും കണക്കാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. CDR = അവിടെ B1-ന് പകരം ബർത്തിന് പകരം നമ്മൾ D എടുക്കുന്നു. അപ്പോൾ CDR = D / P × 1000. ഇവിടെ D എന്ന് പറയുന്നത് ഓരോ 1000-നും എത്ര പേർ മരിക്കുന്നു ആ എണ്ണം എടുത്തിട്ട് P അർദ്ധവാർഷിക ജനസംഖ്യ എടുത്തിട്ട് 1000 കൊണ്ട് നമ്മളിതുപോലെ ഗുണിച്ചെടുക്കുമ്പോൾ ആ CDR അല്ലെങ്കിൽ ക്രൂഡ് ഡെത്ത് റേറ്റിൻ്റെ ശതമാനം നമുക്ക് കിട്ടും. അപ്പോൾ D എന്ന് പറയുന്നത് ഡെത്താണ്, അതായത് നമ്പർ ഓഫ് ഡെത്ത് D എന്ന് പറയുന്നത്. D = നമ്പർ ഓഫ് ഡെത്ത്. P നേരത്തെ പോലെ തന്നെയാണ്. P = മിഡ് ഇയർ പോപ്പുലേഷൻ. മിഡ് ഇയർ പോപ്പുലേഷൻ. D നമ്പർ ഓഫ് ഡെത്തും P എന്ന് പറഞ്ഞാൽ മിഡ് ഇയർ പോപ്പുലേഷനും. സോ CDR = അതായത് D / P × 1000 ഈ നിലയിലായിരിക്കും ഡെത്ത് റേറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും നമുക്ക് ഇതുപോലെ കണക്കാക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഡെത്ത് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2%-3% ഇടയ്ക്കേ ഉള്ളൂ. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 26% മുകളിലാണ്. അപ്പോൾ നമ്മൾ ജനസംഖ്യ എത്രമാത്രം വ്യത്യാസമുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രത്തോളം ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഡെത്ത് കുറയുന്നത് ജനനിരക്ക് കൂട്ടും. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ ഈ രോഗം മറ്റൊക്കെ പിന്നോക്ക അവസ്ഥകളും കാരണം അവിടെയൊക്കെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ കുറയുകയാണ് ചെയ്യുന്നത്. ധാരാളം പേര് മരിക്കുന്നു, അപ്പോൾ ജനസംഖ്യ കുറയും. ധാരാളം പേര് ജനിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ജനസംഖ്യ കൂടുകയാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ജനസംഖ്യ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷനാണ്. ഇത് രണ്ടും ജനസംഖ്യയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്ക് മനസ്സിലായി. അടുത്ത മൈഗ്രേഷൻ, കുടിയേറ്റമാണ്. നിങ്ങൾക്കറിയാം, ഒരു പ്രദേശത്തു നിന്ന് ആളുകൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറുകയും അവിടെ വസിക്കുകയും ചെയ്യുന്നതിനെയാണ് മൈഗ്രേഷൻ എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത്. മൈഗ്രേഷൻ ഈസ് ദ അനദർ ഫാക്ടർ ദാറ്റ് അഫക്റ്റഡ് പോപ്പുലേഷൻ ചേഞ്ച്. പീപ്പിൾ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് സെറ്റിൽ ഡൗൺ ദെയർ. അപ്പോൾ ഒരു ജനസംഖ്യയുടെ വ്യത്യാസത്തെ അല്ലെങ്കിൽ ജനസംഖ്യാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളിൽ മൂന്നാമത്തേതാണ് മൈഗ്രേഷൻ. ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റു പ്രദേശത്തേക്ക് താമസം മാറുകയും അവിടെ വസിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ആളുകൾ നോക്കുക, ഒരു സ്ഥലത്ത് നിന്ന് പോകുന്ന പ്ലേസ് ദേ കം ഫ്രം ഈസ് കാൾഡ് പ്ലേസ് ഓഫ് ഒറിജിൻ. പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ മറ്റു സ്ഥലത്തേക്ക് താമസം മാറും. അപ്പോൾ അതിനകത്ത് എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തെയാണ് നമ്മൾ പ്ലേസ് ഓഫ് ഒറിജിൻ എന്നത്. കേരളത്തിലേക്ക് ബംഗാളികൾ എന്നുള്ള ആളുകൾ ഇവിടെ വരികയാണെങ്കിൽ ആ പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ പകൽക്കുടിയിൽ ബംഗാളിൽ നിന്നുള്ള 2 പേര് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ബംഗാളാണ്, അയാളുടെ പശ്ചിമ ബംഗാളാണ് അയാളുടെ പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ദ പ്ലേസ് ദേ മൂവ് ടു, എങ്ങോട്ടാണ് പോകുന്നത്, ഈസ് നോൺ ആസ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അയാൾ എവിടത്തേക്കാണ് പോകുന്നത്, ഇപ്പം വന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞത് പ്ലേസ് ഓഫ് ഒറിജിൻ. അയാൾ എവിടേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ പകൽക്കുറിയാണെങ്കിൽ അതാണ് പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്നാണ് അതിന് പേര് നമ്മൾ പറയുന്നത്. ഇനി അതായത് പ്ലേസ് ഓഫ് ഒറിജിൻ
പിന്നെ നമ്മൾ ഉത്ഭവസ്ഥാനം എന്നായിരിക്കും പറയാം. ഉത്ഭവസ്ഥാനം. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അയാളുടെ ലക്ഷ്യസ്ഥാനം. ഇത് രണ്ടെണ്ണമാണ്. പ്ലേസ് ഓഫ് ഒറിജിനും പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇത് ഉത്ഭവസ്ഥാനം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കേസിലാണെങ്കിൽ പശ്ചിമ ബംഗാളാണ് അയാളുടെ ഉത്ഭവസ്ഥാനം. അവിടെ നിന്നാണ് വന്നത്. അയാൾ എത്തിച്ചേർന്നത് ഇവിടെ പകൽക്കുറിയിലാണെങ്കിൽ അത് അയാളുടെ ലക്ഷ്യസ്ഥാനമാണ്, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൈഗ്രേഷൻ ജനസംഖ്യയുടെ വിതരണക്രമത്തെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ജനസംഖ്യയുടെ മാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ 3 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത്, ആദ്യമായി പറഞ്ഞത് ബർത്ത് റേറ്റാണ്, രണ്ടാമതായി പറഞ്ഞത് ഡെത്ത് റേറ്റാണ്, മൂന്നാമത് പറഞ്ഞത് മൈഗ്രേഷനാണ്. ഇനി മൈഗ്രേഷൻ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുള്ളത്. മൈഗ്രേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഫ്രം വൺ റൂറൽ ഏരിയ ടു അനദർ റൂറൽ ഏരിയ. ഒരു റൂറൽ ഏരിയയിൽ നിന്ന് മറ്റൊരു റൂറൽ ഏരിയയിലേക്ക് മൈഗ്രേഷൻ നടക്കാറുണ്ട്. റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം. ഒരു റൂറൽ ഏരിയയിൽ നിന്ന് റൂറൽ ടു റൂറൽ, റൂറലിൽ നിന്ന് റൂറലിലേക്ക് പോകാം. ഇനി നമുക്ക് മറ്റൊന്ന് പറയാൻ സാധിക്കും. റൂറലിൽ നിന്ന് ഫ്രം എ റൂറൽ ഏരിയ ടു അർബൺ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോകാം. അപ്പം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയി, ഗ്രാമങ്ങളിൽ നിന്ന് അർബണിലേക്ക് പോയി. ഇനിയും അർബണിൽ നിന്ന് അർബൺ ടു അർബൺ, അർബണിൽ നിന്ന് അർബണിലേക്ക് പോകാം. ഇനി അർബണിൽ നിന്നും റൂറലിലേക്ക് പോകാം. അപ്പോൾ മൈഗ്രേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഫ്രം വൺ റൂറൽ ഏരിയ ടു അനദർ റൂറൽ ഏരിയ, റൂറൽ ഏരിയ ടു അർബൺ ഏരിയ, അർബൺ ഏരിയ ടു അർബൺ ഏരിയ, അർബൺ ഏരിയ ടു റൂറൽ ഏരിയ. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈഗ്രേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കോ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കോ, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കോ, നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കോ മൈഗ്രേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഇമിഗ്രേഷനും എമിഗ്രേഷനുമാണ്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. വെൻ എ പേഴ്സൺ മൂവ്സ് ടു അനദർ ഏരിയ ഹി ഈസ് ആൻ ഇമിഗ്രൻ്റ്. ആ ഇമിഗ്രേഷൻ നടത്തുന്ന ആളിനെ വിളിക്കുന്ന പേര് ഇമിഗ്രൻ്റ് എന്നാണ്. ആ വ്യക്തിയെ, പേഴ്സണെ വിളിക്കുന്ന പേര് ഇമിഗ്രൻ്റ് എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാൾ ഒരു ഇമിഗ്രൻ്റാണ്, അയാളൊരു കുടിയേറ്റക്കാരനാണ്. അതേപോലെ തന്നെ വെൻ എ പേഴ്സൺ ഗോസ് ഔട്ട് ഓഫ് ആൻ ഏരിയ ഹി ഈസ് കാൾഡ് എമിഗ്രൻ്റ്. എമിഗ്രൻ്റ് എന്ന് വെച്ചാൽ അതൊരു പരദേശിയാണ്. അപ്പോൾ ഒരേ സമയം അയാൾ ഇമിഗ്രൻറ്റുമാണ് എമിഗ്രൻറ്റുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ ഉത്ഭവസ്ഥാനത്തു നിന്ന് പുറപ്പെട്ടു പോകുന്നു. അപ്പോൾ അയാൾ അവിടെ നിന്ന് നമ്മളെന്ത് പറയും? അയാളൊരു അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അയാൾ പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഉള്ളവർ പറഞ്ഞാൽ അയാളൊരു പരദേശിയാണ്. ഇനി നമ്മൾ പറയും ഇവിടുത്തെ ആളുകൾ അയാൾ എന്ത് വിളിക്കും? അയാളൊരു കുടിയേറ്റക്കാരനാണ്. അയാൾ ഇവിടെയുള്ള ആളല്ല, നമ്മുടെ ജനതയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ജനിച്ച് വളർന്ന ആളല്ല. അപ്പം നമ്മൾ പറയും അയാളൊരു കുടിയേറ്റക്കാരനാണ്. അതുകൊണ്ട് ഒരേ സമയം അയാൾ കുടിയേറ്റക്കാരനും അതേപോലെ പരദേശിയുമാണ്. അതായത് ഇമിഗ്രൻറ്റുമാണ് എമിഗ്രൻറ്റുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ എ പേഴ്സൺ ക്യാൻ എങ്ങനെയായിരിക്കും? ബി ബോത്ത് എമിഗ്രൻ്റ് ആൻഡ് ഇമിഗ്രൻ്റ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം അയാൾ ഇമിഗ്രൻറ്റുമാണ് എമിഗ്രൻറ്റുമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിതിനകത്ത് പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കമ്പോണൻസ് ആണ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് 3 ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ ബർത്ത് റേറ്റും, 2 ഡെത്ത് റേറ്റും, 3 മൈഗ്രേഷനാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് മൈഗ്രേഷൻ. എന്തെല്ലാം ഘടകങ്ങളാണ് മൈഗ്രേഷനെ അല്ലെങ്കിൽ നമ്മൾ കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിന് പ്രധാനമായും 2 ഫാക്ടറുകളാണുള്ളത്. അതായത് പീപ്പിൾ മൈഗ്രേറ്റ് ഫോർ എ ബെറ്റർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ്. മികച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ കുടിയേറുന്നത്. നമ്മൾ ഏതൊരു കുടിയേറ്റക്കാരെയും നിങ്ങളെടുത്ത് പരിശോധിച്ചു, ഇവിടെയുള്ള ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്നു എന്ന് പറയുന്നതും അവർ മെച്ചപ്പെട്ട അവസ്ഥകൾ തേടി തന്നെയാണ് വരുന്നത്. അപ്പം സോഷ്യലായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും അതുപോലെ എക്കണോമിക്കായി സാമ്പത്തികമായിട്ടുമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, മെച്ചപ്പെട്ട അവസ്ഥകൾക്ക് വേണ്ടിയിട്ടാണ്
മനുഷ്യർ എന്ത് ചെയ്യുന്നത്, കുടിയേറ്റം നടത്തുന്നത്. അതുകൊണ്ട് there are two set of factors that influence migration. അതുകൊണ്ട് തന്നെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ മൈഗ്രേഷനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് 2 എന്ന് പറഞ്ഞാൽ ഒന്ന് പുഷ് ഫാക്ടറും ഒന്ന് പുൾ ഫാക്ടറും. പുഷ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, തള്ളുക എന്നുള്ള അർത്ഥം തന്നെ, തള്ളിവിടുക, നമ്മൾ നിർബന്ധപൂർവ്വം പോകേണ്ടതായിട്ടുള്ളതാണ് പുഷ് ഫാക്ടർ. പുള്ളെന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ആകർഷിക്കുക, നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് തീർച്ചയായിട്ടും നല്ല ശമ്പളവും കാര്യവും കിട്ടും. ഇവിടെ പല ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് പോലും പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തേക്കാൾ മികച്ച സാമ്പത്തിക സ്ഥിതി അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെ ആകർഷിക്കുക. അപ്പോൾ അതുകൊണ്ട് ആകർഷിത ഘടകവുമുണ്ട്, നിർബന്ധ ഘടകമുണ്ട്. അപ്പോൾ പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിർബന്ധ ഘടകമാണ്, പുൾ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ആകർഷിത ഘടകമാണ്. അപ്പോൾ ഇത് 2 മൈഗ്രേഷനെ സംബന്ധിച്ച് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിൽ പുഷ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഒരു പുഷ് ഫാക്ടറാണ്, തൊഴിലില്ലായ്മ. അപ്പോൾ നിർബന്ധപ്പെട്ട് അയാൾക്ക് പോകേണ്ടി വരും. ഇവിടെയൊന്നും തൊഴിലൊന്നുമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് തൊഴിലില്ലാത്തതുകൊണ്ട് മറ്റൊരു പ്രദേശത്ത് പോയി ജോലി ചെയ്യുന്നു. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്. പുവർ ലിവിങ് കണ്ടീഷൻ, അതായത് വളരെ താഴ്ന്ന ജീവിത സാഹചര്യം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ അയാൾ നിർബന്ധനായിത്തീരും. പൊളിറ്റിക്കൽ ടർമോയിൽ, അതായത് രാഷ്ട്രീയപരമായ അരക്ഷിതാവസ്ഥ. ചില ശ്രീലങ്കയിലൊക്കെ ജീവിച്ചിരുന്ന സംബന്ധിച്ചറിയാം, അവിടെയൊക്കെ രാഷ്ട്രീയപരമായ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇറാഖിൽ, നേരത്തെയൊക്കെ ഇറാഖ്, ഇറാൻ ഇങ്ങനെയൊക്കെ പ്രദേശങ്ങളിൽ. അപ്പോൾ രാഷ്ട്രീയപരമായ അരക്ഷിതാവസ്ഥ വരുമ്പോഴത്തേക്ക് ആളുകൾക്ക് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും, അവിടെ ജീവിക്കാൻ കഴിയാതെ വരും. അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ. ചെർണോബിലായാലും ശരി തന്നെ, മധ്യപ്രദേശിലെ ഭോപ്പാലിലൊക്കെ നമുക്കറിയാം ചോർച്ച ഇതൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, ആളുകൾ അവിടെ നിന്ന് പോകേണ്ടി വന്നു. അതൊക്കെ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് വെള്ളപ്പൊക്കമാകാം, വരൾച്ചയാകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതേപോലെ തന്നെ അൺപ്ലസൻറ്റ് ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥയില്ല, അതായത് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കാലാവസ്ഥകൾ. അതുപോലെ തന്നെ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ, ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നും നല്ലതല്ല. അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, പുവർ ലിവിങ് കണ്ടീഷൻ പറഞ്ഞു, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ടർമോയിൽ പറഞ്ഞു, അൺപ്ലസൻറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് പറഞ്ഞു, അതേപോലെ എപ്പിഡമിക്സ് പറഞ്ഞു, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇതെല്ലാം പുൾ ഫാക്ടേഴ്സുകളായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആ പുൾ ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ട് മൈഗ്രേഷൻ നടക്കും. എന്നാൽ അതേസമയം മറ്റൊരു തരത്തിലുള്ള മൈഗ്രേഷൻ പറയുകയാണ്, ആകർഷണത്തിൽ അകപ്പെട്ട് അല്ലെങ്കിൽ മികച്ച സൗകര്യങ്ങളുടെ ലഭ്യത കൊണ്ട് പോകുന്ന കേസുകളുണ്ട്. അതിനാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ജോലി സാധ്യത, അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻ, നല്ല ജീവിത സാഹചര്യങ്ങൾ. കൂടുതൽ പൈസയൊക്കെയുള്ള ആളുകളൊക്കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി വസിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അവിടെ ലിവിങ് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ പീസ് ആൻഡ് സെക്യൂരിറ്റി, നല്ല സുരക്ഷിത ബോധം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ജീവനും സ്വത്തിനുമൊക്കെ നല്ല സുരക്ഷ ലഭിക്കും എന്നുള്ള അവസ്ഥകൾ. അതേപോലെ തന്നെ പ്ലസൻറ്റ് ക്ലൈമറ്റ്, അതായത് നല്ല കാലാവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ കുടിയേറ്റം നടത്തിയാൽ അതിന് പറയുന്ന പേര് എന്താണ്? അതിന് പറയുന്ന പേരാണ് പുൾ ഫാക്ടേഴ്സ്, അതായത് ആകർഷകമായ ഘടകങ്ങൾ. അപ്പോൾ ആകർഷക ഘടകങ്ങൾ നല്ല ജീവിത സാഹചര്യങ്ങളും ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിത ബോധവും നല്ല കാലാവസ്ഥയും നല്ല ജോലി സാധ്യതകളും നല്ല സാമ്പത്തിക സാധ്യത, ഇതെല്ലാം നമ്മൾ പുൾ ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് മൈഗ്രേഷൻ. അതിന് നമ്മൾ പറഞ്ഞത് 2 ഫാക്ടറുകളാണ്, പുൾ ഫാക്ടറും പുഷ് ഫാക്ടറും. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ട്രെൻഡ്സ് ഓഫ് പോപ്പുലേഷനാണ്. ട്രെൻഡ് എന്ന് പറയുന്നത് ജനസംഖ്യയുടെ ഒരു പ്രവണതയെ പറ്റിയാണ് പറഞ്ഞത്. ജനസംഖ്യയുടെ വളർച്ചയുടെ പ്രവണത, ട്രെൻഡ്സ് ഓഫ് പോപ്പുലേഷൻ. അതായത് വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈസ് ഓവർ 7 ബില്യൺ. ബില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ്, ദശലക്ഷം എന്നാണ് അതിൻ്റെ അർത്ഥം. 7 ബില്യൺ, ഏകദേശം 7 ബില്യൺ അല്ല 7 ബില്യണാണ്. ഏകദേശം 700 കോടി മനുഷ്യരാണ് ഇന്ന് ഭൂമുഖത്തുള്ളത്. 700 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ഭൂമുഖത്ത് വസിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ കുറേ നൂറ്റാണ്ടുകളായി നടന്ന ഒരു വളർച്ചയിലാണ് ഇത്രയും ജനങ്ങൾ വന്നത്. അപ്പോൾ ഭൂമിയുടെ ആരംഭ ദിശ തൊട്ട് തുടങ്ങി ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നാണ് നമ്മൾ ഈ പറയുന്ന ഹ്യൂജ് സംഖ്യയിൽ അല്ലെങ്കിൽ ഭീമമായ സംഖ്യയിൽ വന്ന് നിൽക്കുന്നത്. 750ഓളം കോടി എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഖ്യയല്ല, വളരെ വലിയ ഭീമമായ സംഖ്യയാണ്. ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സംഖ്യയാണ്. അതായത് ഇറ്റ് ഹാസ് ഗ്രോൺ ടു ദിസ് സ്റ്റേജ് ഡ്യൂറിങ് പാസ്റ്റ് സെഞ്ച്വറീസ്. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇപ്രകാരം ഈ സംഖ്യ ഇത്രയും ആയിട്ടുള്ളത് എന്നാണ്.
ബട്ട് എന്നാൽ നമ്മൾ പരിശോധിച്ചാൽ ഇൻ ദ ഏർലി പീരീഡ് വേൾഡ് പോപ്പുലേഷൻ ഗ്രൂ സ്ലോലി. വളരെ ആദ്യകാലങ്ങളിൽ ഈ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലായിരുന്നു അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇത്രയും സംഖ്യയിലെത്തിയത്. ജനസംഖ്യ ആരംഭദശയിൽ എന്ന് പറയുന്നത് സാവധാനത്തിലാണ് വളർന്നിരുന്നത്. എന്നാൽ ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ സെഞ്ചുറീസ് വേൾഡ് പോപ്പുലേഷൻ ഷോട്ട് അപ്പ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. എന്നാൽ കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ സെഞ്ചുറികൾ പരിശോധിച്ചാൽ, നൂറ്റാണ്ടുകൾ പരിശോധിച്ചാൽ ജനസംഖ്യ എന്ന് പറയുന്നത് അസാധാരണമായ വിധത്തിൽ, അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേഗത്തിൽ അത് വളരാൻ തുടങ്ങി. ഇനി നമ്മൾ നോക്കാം, AD 1-ാം നൂറ്റാണ്ട്, ഡ്യൂറിങ് ദ ഫസ്റ്റ് സെഞ്ചുറി AD വേൾഡ് പോപ്പുലേഷൻ സ്റ്റുഡ് അറ്റ് 300 മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം, അതാണ് ഞാൻ പറഞ്ഞത്. 300 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 30 കോടി മനുഷ്യരെ 1-ാം നൂറ്റാണ്ടിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമുള്ള 1-ാം നൂറ്റാണ്ടിൽ AD വെറും 30 കോടി ജനങ്ങൾ മാത്രമേ ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ 16th and 17th centuries ദ ഗ്രോത്ത് വാസ് ട്രമൻഡസ്. എന്നാൽ 16ഉം 17ഉം നൂറ്റാണ്ടായപ്പോൾ ജനസംഖ്യയുടെ വളർച്ച അമിതമാകാൻ തുടങ്ങി. ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദ വേൾഡ് പോപ്പുലേഷൻ വാസ് അറൗണ്ട് 550 മില്യൺ. അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭദശയിൽ ലോകത്തിലെ ജനസംഖ്യ കേവലം 55 കോടിയായിരുന്നു. അപ്പോൾ AD 1-ാം നൂറ്റാണ്ടിലെ 30 ലക്ഷത്തിൽ നിന്നും 16ഉം 17ഉം നൂറ്റാണ്ടുകൾ ആയപ്പോൾ കഴിഞ്ഞ് വ്യാവസായ വിപ്ലവത്തിൻ്റെ ആരംഭദശയിൽ കേവലം 55 കോടി മനുഷ്യർ ആണ് ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ദ 18th century വിറ്റ്നസ് ദ റിയൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്നാൽ യഥാർത്ഥത്തിൽ ജനസംഖ്യയുടെ വിസ്ഫോടനം നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, നമ്മുടെ വ്യാവസായിക വിപ്ലവം, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സാങ്കേതിക വിദ്യകളുടെ വളർച്ച, അതേപോലെ ന്യൂ ബ്രേക്ക് ത്രൂ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രരംഗത്തും അതേപോലെയുള്ള ശാസ്ത്രരംഗത്തും അതേപോലെ ടെക്നോളജിയുടെ രംഗത്തും വന്നിരിക്കുന്ന പുതിയ കുതിച്ചുചാട്ടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ആക്സിലറേറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത് ജനസംഖ്യയുടെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതേപോലെ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടായ കുതിച്ചുചാട്ടങ്ങൾ, അതേപോലെ തന്നെ വന്ന മാറ്റങ്ങളുമാണ് ജനസംഖ്യയുടെ വളർച്ച ത്വരിതഗതിയിലാക്കിയത് അല്ലെങ്കിൽ വളരെ വേഗത്തിലാക്കിയതെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ആ ട്രെൻഡ് ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ജനസംഖ്യയുടെ വളർച്ചയുടെ പോക്കാണ് നമ്മൾ കണ്ടത്. ലോകജനസംഖ്യ AD 1-ാം നൂറ്റാണ്ടിൽ കേവലം 30 കോടിയിൽ നിന്നും പിന്നീട് 16-17 നൂറ്റാണ്ടിലെത്തിയപ്പോൾ കേവലം 55 കോടിയും. എന്നാൽ വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രാരംഭദശയിൽ നമ്മൾ കണ്ടത് ആണ് ജനസംഖ്യ ഇത്ര. അത് കഴിഞ്ഞ് 18ാം നൂറ്റാണ്ടായപ്പോൾ ജനസംഖ്യ വളരെ വിസ്ഫോടനകരമായ രീതിയിൽ വളരാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടായ വളർച്ചയും വികാസവുമെല്ലാം ജനസംഖ്യയുടെ വളർച്ചയിലും മാറ്റം ഉണ്ടായി. ഇനി നമ്മൾ അവസാന ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായ വിപ്ലവവും ശാസ്ത്രരംഗത്തുണ്ടായ മാറ്റങ്ങളും ടെക്നോളജിക്കൽ രംഗത്തുണ്ടായ പുരോഗതിയും ജനസംഖ്യയെ മാറ്റിമറിച്ചു എന്നാണ് പറഞ്ഞത്. അതോട് ചോദിക്കുന്നു, ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ഹെൽപ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. എങ്ങനെയാണ് ശാസ്ത്രരംഗ വളർച്ചയും സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ചയും ഈ വ്യവസായ വിപ്ലവവുമെല്ലാം ജനസംഖ്യയിൽ മാറ്റങ്ങൾ വരുത്തിയത് അല്ലെങ്കിൽ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ, അതായത് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം, lot of human energy and animal energy was replaced with energy through the steam engine. അതായത് സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ അധ്വാനത്തെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെ അധ്വാനത്തെയും വളരെയധികം ലഘൂകരിച്ചു എന്നുള്ളതാണ്. പണ്ട് മൃഗങ്ങളെയും മനുഷ്യനെയും ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അവരിലൂടെയാണ് വൻതോതിലുള്ള അധ്വാനം അവരിലൂടെയായിരുന്നു. പക്ഷേ അത് കുറെ കൂടെ റെഡ്യൂസ് ചെയ്യാൻ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റാണ് നടന്നിരിക്കുന്നത്. ആ ഡെവലപ്മെൻറ്റിലൂടെ മനുഷ്യൻ്റെയും അതേപോലെ മൃഗങ്ങളുടെയും അധ്വാന ഭാരം ലഘൂകരിക്കാൻ, വൻതോതിൽ ലഘൂകരിക്കാൻ നമുക്ക് സാധിച്ചു. ദസ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അതിലൂടെ വ്യാവസായികവും അതേപോലെ കാർഷികവുമായ രംഗങ്ങൾ ഉൽപ്പാദനവും വൻതോതിൽ വർദ്ധിച്ചു എന്നാണ്. ഇനി നമ്മൾ മറ്റൊരു സൈഡിലേക്ക് പോയാൽ, ഓൺ ദ ഹെൽത്ത് സൈഡ്, നമ്മൾ ആരോഗ്യ മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ, ദ ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻസ്
പ്രിവെൻറ്റഡ് സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നിരവധി പകർച്ചവ്യാധികൾക്കുള്ള കുത്തിവയ്പ്പുകൾ അതുപോലെ തന്നെ മരുന്നുകളും കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചു എന്ന് പറയുന്നതും ഈ ഹെൽത്ത് സൈഡിൽ വന്നൊരു മാറ്റമാണ്. അപ്പോൾ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും വന്ന മാറ്റമെന്ന് പറയുന്നത് ഈ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആ രംഗത്ത് നമുക്ക് വൻതോതിൽ മാറ്റങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ഒരുപാട് എനർജി നമുക്ക് ലഘൂകരിക്കാൻ സാധിച്ചു. എന്നാൽ ഇവിടെ നമുക്ക് ഹെൽത്ത് സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഈ കുത്തിവയ്പ്പുകളിലും അതേപോലെ പുതിയ മരുന്നുകളുടെയും കണ്ടുപിടുത്തങ്ങൾ പല മാരക രോഗങ്ങൾക്കും നമുക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാൻ സാധിച്ചത് ആരോഗ്യരംഗത്ത് വന്ന മറ്റൊരു മാറ്റമായിട്ട് നമുക്ക് പറയാം. അതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഫെസിലിറ്റീസും സാനിറ്റേഷൻസ് ഇത്തരം രംഗങ്ങളിൽ പ്രൊവൈഡഡ് ബെറ്റർ ഹെൽത്ത് ടു പീപ്പിൾ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ ആരോഗ്യരംഗത്ത് വന്ന കുതിച്ചുചാട്ടം ജനങ്ങളുടെ ആരോഗ്യത്തിനെ എന്ത് ചെയ്തു? മികച്ചതാക്കാൻ സാധിച്ചു. അത് മരണനിരക്കൊക്കെ കുറയാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. ഡെത്ത് റേറ്റ് കം ഡൗൺ. അതിൻ്റെ ഫലമായിട്ട് മരണനിരക്ക് വൻതോതിൽ കുറഞ്ഞു. അപ്പം നേരത്തെ ഇത്തരം അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മരുന്നൊന്നും കണ്ടുപിടിക്കുക പ്രകൃതിയൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ധാരാളം പേര് മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ തരത്തിൽ പുതിയ ആരോഗ്യരംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളും മരുന്നുകളുടെയും രംഗപ്രവേശത്തോടു കൂടി അത് ജനങ്ങളുടെ മരണനിരക്കിനെ കുറച്ചു. അങ്ങനെ ലോകത്ത് വൻതോതിൽ നമുക്ക് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ഹെൽത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ചസ് അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ പറഞ്ഞു. പിന്നെ മൈഗ്രേഷനിൽ നമ്മൾക്ക് എമിഗ്രൻ്റ് എന്ന ഭാഗം നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് മൈഗ്രേഷൻ, എങ്ങനെ മൈഗ്രേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിൽ പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും പറഞ്ഞു. അത് കഴിഞ്ഞ് ട്രെൻഡ് പോപ്പുലേഷൻ, അത് കഴിഞ്ഞ് ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ഹെൽപ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.